ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആഗോള ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയ്ക്ക് പ്രതിവിധികൾ നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്കുള്ള ധനസഹായം വേഗത്തിലാക്കാൻ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സുരക്ഷിത മേഖലയിൽ പുതിയ ടൌൺഷിപ്പ് നിർമ്മിച്ച് സമഗ്ര പുനരധിവാസം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ചവരുടെ ആശ്രിതർക്ക് സഹായമേകാൻ 4 കോടി രൂപ അനുവദിച്ച് കേരള സർക്കാർ. പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ഹാട്രിക് മെഡൽ സ്വന്തമാക്കാനാകാതെ മനു ഭാക്കർ. അമ്പെയ്ത്തിൽ ദീപിക കുമാരിയും പുറത്ത്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു തിങ്കളാഴ്ച ഫിജിയിലേക്ക് യാത്ര തിരിക്കും. ഈ മാസം 10 വരെ ഫിജി, ന്യൂസിലാൻഡ്, തിമോർ ലെസ്റ്റ് എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ആഗോള ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയ്ക്ക് പ്രതിവിധികൾ നൽകുന്ന ഭക്ഷ്യ മിച്ച രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാം അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കൃഷിരീതിക്ക് 2024-25 കേന്ദ്ര ബജറ്റിൽ വലിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 65 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഇന്നും ഊർജിത രക്ഷാദൌത്യം നടന്നു. യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും വിന്യസിച്ച് 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടന്നത്. പ്രദേശവാസികളും തിരച്ചിലിന്റെ ഭാഗമായി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 30 കുട്ടികൾ ഉൾപ്പെടെ 218 പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 152 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 200-ലധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 2000-ഓളം പേരെ രക്ഷപ്പെടുത്തി. വയനാട് ജില്ലയിലെ 90-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിലവിൽ 10,000-ഓളം പേരാണ് കഴിയുന്നത്. സുരക്ഷിത മേഖലയിൽ പുതിയ ടൌൺഷിപ്പ് നിർമ്മിച്ച് സമഗ്ര പുനരധിവാസം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന് അനുയോജ്യമായ പ്രവചന സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള പഠനം നടത്താൻ കോട്ടയത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പേർ പുനരധിവാസത്തിന്റെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കഴിയുന്നത്രയും പേർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് ദുരന്തബാധിതർക്ക് ഇൻഷുറൻസ് തുക വേഗത്തിൽ നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ദുരന്തത്തിനിരയായവർക്ക് ആവശ്യമായ സഹായം കാലതാമസവും ബുദ്ധിമുട്ടും കൂടാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഇൻഷുറൻസ് പോളിസി ഉടമകൾക്ക് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കി പണം നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്കാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയത്. LIC, നാഷണൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷ്വറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് എന്നീ സ്ഥാപനങ്ങളോട് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. PM ജീവൻ ജ്യോതി ഭീമ യോജനയ്ക്ക് കീഴിലുള്ള പോളിസി ഉടമകളുടെ ക്ലെയിം തുക ഉടൻ വിതരണം ചെയ്യാൻ LICയോട് സർക്കാർ ആവശ്യപ്പെട്ടു. വയനാട്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് ഇൻഷുറൻസ് ക്ലെയിമുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടങ്ങളിൽ പോളിസി ഉടമകളെ ബന്ധപ്പെടാനായി സമൂഹ മാധ്യമങ്ങൾ, പ്രാദേശിക ദിനപത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഇൻഷുറൻസ് കമ്പനികൾ ശ്രമം ആരംഭിച്ചു. ക്ലെയിം തുകയുടെ വേഗത്തിലുള്ള വിതരണം ഉറപ്പാക്കാൻ ആവശ്യമായ ഡോക്യുമെന്റേഷനിലും സർക്കാർ സമഗ്രമായ ഇളവ് വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നും ജില്ലാ കളക്ടർക്ക് 4 കോടി രൂപ അനുവദിച്ചു. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ റേഷൻ വിഹിതം സൌജന്യമായി നൽകുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനായി ജീവിച്ചിരിക്കുന്നവരുടെ DNA സാമ്പിളുകൾ പരിശോധനയ്ക്കെടുക്കുമ്പോൾ മാനസികമായി അവരെ സജ്ജമാക്കുന്നതിന് ആരോഗ്യവകുപ്പ് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതായി മന്ത്രി വീണ ജോർജ്. ദുരന്തത്തിന്റെ ആഘാതവും കാണാതായവരെക്കുറിച്ചുള്ള ആശങ്കയും അനുഭവിക്കുന്നവരെ മാനസികമായി പരിശോധനയ്ക്ക് സജ്ജമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണ് മാനദണ്ഡങ്ങളെന്ന് മന്ത്രി വ്യക്തമാക്കി. മുണ്ടക്കൈ, ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുമെന്ന് സംസ്ഥാന മന്ത്രിസഭാ ഉപസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേഖലയിലെ പഴയകാല ചിത്രവുമായി താരതമ്യം ചെയ്താവും തിരച്ചിൽ. ഉരുൾപൊട്ടലിൽ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ചാ വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും.
കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയുടെ ഫലമായി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കർക്കിടക വാവ് ദിനമായ ഇന്ന് പിതൃസ്മരണയിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. പലയിടങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൊച്ചി മെട്രോയും KSRTCയും അധിക സർവീസ് നടത്തി. അമാവാസി 2 ദിവസങ്ങളിലായതിനാൽ ചിലയിടങ്ങളിൽ നാളെയാണ് വാവുബലി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ മാസം 9 മുതൽ 15 വരെ ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടി 2 വർഷത്തിനിടെ പുതിയ ദേശീയ പ്രസ്ഥാനമായി മാറിയെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. പാരിസ്ഥിതിക സംരംഭങ്ങളിൽ ഇന്ത്യ UAE സഹകരണം വർദ്ധിക്കുന്നതായി കേന്ദ്ര സാമൂഹ്യനീതി സഹമന്ത്രി രാംദാസ് ആഠ്വലെ. പാരിസ്ഥിതിക സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട് ദുബായിൽ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൌൺസിൽ IBPC സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര അടിസ്ഥാന സൌകര്യത്തിലും പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിലും UAE നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ ദിശയിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റവുമായി യോജിച്ചു പോകുന്നുവെന്ന് ശ്രീ ആഠ്വാലെ അഭിപ്രായപ്പെട്ടു. ആഗോള കാലാവസ്ഥാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും ചാക്രിക സാമ്പത്തിക സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യ UAE സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമിതിയാണ് IBPC. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിലും അമ്പെയ്ത്തിലും ഇന്ന് മെഡൽ നേടാനാകാതെ ഇന്ത്യ. 3ാം മെഡൽ പ്രതീക്ഷിച്ചിറങ്ങിയ മനു ഭാകർ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഫൈനലിൽ 4ാമതായി. വനിതാ വിഭാഗം അമ്പെയ്ത്ത് വ്യക്തിഗത മത്സരങ്ങളിൽ ദീപിക കുമാരിയും ഭജൻ കൌറും പരാജയപ്പെട്ടു. പുരുഷ ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ നാളെ ബ്രിട്ടനെ നേരിടും. ഇന്ത്യ ശ്രീലങ്ക 2ാം ഏകദിന ക്രിക്കറ്റ് മത്സരം നാളെ ഉച്ചയ്ക്ക് 2:30 കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ആദ്യ ഏകദിനം ടൈ ആയിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പ്രശസ്ത നർത്തകി യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2016 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 14ാമത് ഇന്ത്യൻ അവയവദാന ദിനത്തോടനുബന്ധിച്ച് ദേശീയ അവയവ ശരീരകലാ ദാന സംഘടന ന്യൂഡൽഹിയിൽ അവയവദാന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് അന്തരിച്ച കുടുംബാംഗങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്തവരെ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ അനുമോദിച്ചു. അവയവമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആരോഗ്യ പ്രവർത്തകർക്കും ജീവിതത്തിലേക്ക് തിരികെ എത്തിയവർക്കും ആശംസകൾ നേർന്ന കേന്ദ്രമന്ത്രി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അവയവദാനം 4 മടങ്ങ് വർദ്ധിച്ചതായും വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും ഒറ്റപ്പെട്ടു പോയവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ 3ാം ദിനവും തുടർന്നു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. കേദാർനാഥ് ധാമിലേക്കുള്ള 1000-ഓളം തീർത്ഥാടകരാണ് പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. ഇതുവരെ 7000-ഓളം തീർത്ഥാടകരെയും നാട്ടുകാരെയും രക്ഷപ്പെടുത്തി. ഹിമാചൽ പ്രദേശിലെ ഷിംല, മാണ്ഡി ജില്ലകൾ ഉൾപ്പെടെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ഷിംലയിലെ സമേജ് ഗ്രാമത്തിൽ സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം എഞ്ചിനീയറിംഗ് മെഡിക്കൽ സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ സൈന്യം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും നടപ്പാലം നിർമ്മിക്കുകയും ചെയ്തു. മണ്ഡിയിലെ ബരോഡ് ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മേഘവിസ്ഫോടനത്തിൽ കാണാതായ 10 പേർക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നു. ഡൽഹി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഷെൽട്ടർ ഹോമിൽ 1 മാസത്തിനുള്ളിൽ 12 അന്തേവാസികൾ മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 4 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാൻ ഡൽഹി ചീഫ് സെക്രട്ടറിക്കും പോലീസ് കമ്മീഷണർക്കും നോട്ടീസ് അയച്ചു. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് ഷെൽട്ടർ ഹോമിൽ നടക്കുന്നതെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയ്ക്ക് പ്രതിവിധികൾ നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്കുള്ള ധനസഹായം വേഗത്തിലാക്കാൻ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സുരക്ഷിത മേഖലയിൽ പുതിയ ടൌൺഷിപ്പ് നിർമ്മിച്ച് സമഗ്ര പുനരധിവാസം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ചവരുടെ ആശ്രിതർക്ക് സഹായമേകാൻ 4 കോടി രൂപ അനുവദിച്ച് കേരള സർക്കാർ. പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ഹാട്രിക് മെഡൽ സ്വന്തമാക്കാനാകാതെ മനു ഭാകർ. അമ്പെയ്ത്തിൽ ദീപിക കുമാരിയും പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.